ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ശ്രീ ജോൺ ബ്രിട്ടാസ് സർവകക്ഷി യോഗത്തിൽ ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസിന് ചില രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്, എല്ലാവർക്കും ആ രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട്. ആ രാഷ്ട്രീയ വ്യത്യാസങ്ങളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് സർവകക്ഷി യോഗത്തിൽ നമ്മുടെ സർക്കാരിന് സമ്പൂർണ്ണ പിന്തുണ നൽകുകയാണ്. BJP-യുമായിട്ട് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെയും. പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് എന്താണ്? അവിടെ ഒരു MP ഇന്നലെ പൊട്ടിക്കരയുകയാണ്. ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. പൊട്ടിക്കരയുകയാണ്. പാകിസ്ഥാനെ യുദ്ധത്തിൽ നിന്ന് കാക്കണേ എന്ന ഭരണകൂടത്തോട് യാചിക്കുകയാണ്. ഇന്ന് വേറൊരു MPയുടെ പ്രസംഗം കൊണ്ട് വേറൊരു MP പറയുന്നത് ഈ പറയുന്ന ഷഹബാസ് ഷെരീഫ് ഏത് ബങ്കറിൽ പോയി ഒളിച്ചിരിക്കുകയാണ്, രാജ്യം പ്രശ്നമുണ്ടാകുമ്പോഴേക്കും ഒളിച്ചോടാൻ നാണമുണ്ടോ പ്രധാനമന്ത്രി എന്ന് ചോദിക്കുകയാണ്. ആ MP പറയുകയാണ്, നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ ഫ്ലാറ്റുകളും വലിയ സൗധങ്ങളും നിങ്ങൾക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണേൽ കയറി അങ്ങ് പോകാം, അനുഭവിക്കുന്നത് ഞങ്ങൾ പാവം ജനങ്ങളാണ് എന്ന് പരസ്യമായ ഒരു ദേശീയ അസംബ്ലി പറയുകയാണ്. ബലൂചിസ്ഥാനിൽ അവിടെ അവർ കൊറ്റ പിടിച്ചു, അവർ ഈ പറയുന്ന എണ്ണപ്പാടങ്ങൾ പിടിക്കുന്നു. അവിടെ നിന്ന് പാക് സേന മാറിയപ്പോഴേക്കും അവരവിടെ പൂണ്ടുവിളയാട്ടം അഴിഞ്ഞാട്ടമാണ്. അപ്പോൾ അത്തരത്തിൽ ശ്രീ മോഹൻ വർഗീസ് നോക്കൂ, അതിനകത്ത് അങ്ങേയറ്റം അസ്വസ്ഥതകൾ, അങ്ങേയറ്റം കലാപങ്ങൾ, അങ്ങേയറ്റം എന്താണ് തമ്മിലടി. ഇമ്രാൻ അനുകൂലികൾ തെരുവിലിറങ്ങുന്നു. ആ രാഷ്ട്രത്തിന് ഇന്ത്യയോട് ഒരു യുദ്ധത്തെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിയുമോ മോഹൻ വർഗീസ്? ഒരിക്കലുമില്ല. ഇത് യാഥാർത്ഥ്യത്തിൻ്റെ മുഖമാണ് ഈ രണ്ട് പ്രസംഗങ്ങളിലൂടെ പാകിസ്ഥാൻ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ നിന്നുകൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഒരു MP-യുടെ തുറന്നു പറച്ചിലും ഗദ്ഗതകണ്ഠനായി അദ്ദേഹം ലോകത്തോടായി പറഞ്ഞ ചില കാര്യങ്ങളാണ്. ആ യാഥാർത്ഥ്യവും ഇന്നത്തെ ദിവസം പാർലമെൻറ്റിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു പ്രതിപക്ഷ MP പറഞ്ഞ മറ്റൊരു യാഥാർത്ഥ്യം, ഷഹബാസ് ഷെരീഫും പൊളിറ്റിക്കൽ ക്ലാസ്സും എല്ലാം നാട് വിട്ടു പോകും, പക്ഷെ ശരാശരിക്കാരായ പാകിസ്ഥാൻകാർ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെയൊക്കെ നിക്ഷേപം അങ്ങ് ലണ്ടനിലും ന്യൂയോർക്കിലും പലയിടത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് രീതിയിലുള്ള ക്ലാസ്സസ് ആണ്. ഒരു പൊളിറ്റിക്കൽ മിലിറ്ററി ക്ലാസ്, അവരെല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നു. പാകിസ്ഥാൻ്റെ റിസോഴ്സസിൻ്റെ സിംഹഭാഗവും എത്തിച്ചേരുന്നത് മിലിറ്ററി ലീഡർഷിപ്പ് ആൻഡ് ഓൾസോ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ഉന്നത സ്ഥാനീയർ. അത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിലെയും ആളുകളുണ്ടാകും. ഒരുപക്ഷെ ഇമ്രാൻഖാൻ്റെ പാർട്ടിയിൽ ആ രീതിയിലുള്ള സ്റ്റേച്ചറുള്ള ആളുകൾ ഉണ്ടാവില്ല. ഇവരുടെ എല്ലാം നിക്ഷേപങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരതുകൊണ്ട് സുരക്ഷിതരാണ്. പാകിസ്ഥാൻ വിട്ട് ഓടേണ്ടി വന്നാൽ അവർക്ക് വേറെ താവളങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥ പാകിസ്ഥാനി അവരുടെ നിക്ഷേപങ്ങൾ അവിടെ തന്നെയാണ്, പാകിസ്ഥാനിൽ തന്നെയാണ്. ആ നിക്ഷേപങ്ങൾക്ക് മേലെ വെച്ചുകൊണ്ടാണ്, അവരെ ബന്ദിയാക്കി നിർത്തിക്കൊണ്ടാണ്, അവരെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യക്കെതിരെയുള്ള ഈ ചക്കളത്തെ പോരാട്ടം പാകിസ്ഥാൻ നടത്തുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നോക്കൂ, പാകിസ്ഥാൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം, അതേക്കുറിച്ച് ഇന്ത്യക്ക് നന്നായി അറിയാം. ഇന്ത്യ ഈസ് എ സ്റ്റഡി ഓറിയൻറ്റഡ് കൺട്രി. യഥാർത്ഥ റിസർച്ചാണ്. ഈ 15 ദിവസം ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പ്രത്യേകിച്ച് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആൻഡ് ഓൾസോ NIA ആൻഡ് ഓൾസോ ദ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എല്ലാവരും തന്നെ പഠനത്തിനും ഇൻട്രോസ്പെക്ഷനും അതുപോലെ തന്നെ വലിയ ഗവേഷണത്തിനുമുള്ള സമയമായിരുന്നു. പാകിസ്ഥാൻ്റെ ബലഹീനത എവിടെ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇന്ത്യയുടെ നയരൂപീകരണ സംവിധാനത്തിലുണ്ട്. അത് രാഷ്ട്രീയം മാറ്റി നിർത്തി പറയുകയാണ്. അത് BJP എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമല്ല. കാലാകാലങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തും BJP ഇന്ത്യ ഭരിക്കുമ്പോഴും എല്ലാം തന്നെ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ സെക്യൂറാണ്, സ്ട്രോങ് ആണ്. ദേശ സുരക്ഷയുടെ കാര്യത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നതാണ്. നിവൃത്തികേടിൻ്റെ പേരിലാണ്, സമ്മതിക്കുന്നു. 1989 കാര്യം ഇവിടെ പറഞ്ഞു. അന്ന് മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒന്നുകിൽ ഡിഫൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആ ഒരു മിസ്റ്റർ മോഹൻ പിള്ള സൂചിപ്പിച്ച ഒരു കാര്യം, അത് വലിയൊരു നാണക്കേട് ഉണ്ടായി ഇന്ത്യയൊക്കെ എന്നതിൽ സംശയമൊന്നുമില്ല. ആഭ്യന്തരമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് എന്ന ആഭ്യന്തരമന്ത്രി, ആ മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ പ്രിയപുത്രിയായ മെഹബൂബ മുഫ്തിയുടെ ഇന്നത്തെ കണ്ണീരാണ് ഒരു പക്ഷേ നമ്മുടെ സംസാര വിഷയമായത്. ഇതൊരു വൈകാരിക പ്രതികരണം എന്നതിന് അതീതമായി കൂടുതൽ അർത്ഥങ്ങൾ നമ്മൾ ഈ സമയത്ത് കാണേണ്ടതില്ല. ഇത് രാജ്യം ഒരൊറ്റ സ്വരത്തിൽ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസും ഇടതുകക്ഷികളും എല്ലാം പ്രതിപക്ഷം നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ എഫേർട്സിന് രാഷ്ട്രീയം മാറ്റി നിർത്തി പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ സംശയത്തിൻ്റെ ഒരു ആരോപണത്തിൽ ഈ സൈന്യത്തെയോ ഒക്കെ നിർത്തുക, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാക് പ്രധാനമന്ത്രിയും സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ തുച്ഛീകരിച്ചത് മെഹബൂബ മുഫ്തി കണ്ടതിന് എനിക്ക് യോജിക്കാനാവുന്നില്ല. അതുപോലെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ വേറിട്ട കുറച്ച് സ്വരങ്ങളെ മാറ്റി നിർത്തിയാൽ സോളിഡാണ് സംഭവങ്ങൾ. ഇന്ത്യയുടെ ആർമി പ്രൊഫഷണലാണ്, ഫോക്കസ്ഡ് ആണ്. അവരെ പ്രിസിഷൻ സ്ട്രൈക്കിങ്ങിലേക്കാണ് നീങ്ങിയത്. നോക്കൂ, ഒരു പ്രൊഫഷണൽ ആർമിയുടെ ലക്ഷണമാണ് പ്രിസിഷൻ സ്ട്രൈക്കിംഗ്. ഒന്നാമത്തെ വേവ് സിന്ധൂർ, ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒന്നാമത്തെ വേവിൽ
ഈ തീവ്രവാദ ടാർഗറ്റുകൾ മാത്രം അറ്റാക്ക് ചെയ്യുന്നു. ഒരു മെഷേർഡ് റെസ്പോൺസ് ആണ്. പക്ഷേ രണ്ടാമത്തെ വേവിൽ മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ചെയ്യുന്നു. അവിടെ രണ്ടും തന്നെ എസ്കലേറ്ററി ഡൈനാമിക്സിലേക്ക് നീങ്ങിയത് പാകിസ്ഥാനാണ് എന്ന് വ്യക്തമായി ലോകരാജ്യങ്ങളെ നയതന്ത്ര നീക്കങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ, യഥാർത്ഥ നീക്കങ്ങളിലൂടെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് വിജയം. അതുകൊണ്ട് ഹൂ ഈസ് ക്രിയേറ്റിംഗ് എസ്കലേഷൻ? ദ ഓൺലി ആൻസർ ഈസ് പാകിസ്ഥാൻ. ഇതൊരു പ്രോപ്പഗൻഡ മെഷീനറിയുടെ ഭാഗത്തു നിന്ന് പറയുന്നതല്ല, റെസ്പോൺസിബിൾ രാജ്യത്തിന്റെ ലക്ഷണമാണ്. മറുവശത്ത് പാകിസ്ഥാന്റെ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരുന്നു, പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്ന വിരുദ്ധമായ സ്വരങ്ങൾ. ശ്രീ ഹാഷ്മി, എന്താണ് വിരുദ്ധത? Pakistan political establishment stand extremely vivisected and divided എന്ന് പറഞ്ഞാൽ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലെ പ്രബല പാർട്ടിയാണ് ഇമ്രാൻഖാന്റെ പാർട്ടി, പാക് തെഹ്രികെ ഇൻസാഫ് പാർട്ടി. ആ പാർട്ടി ഇന്ന് പ്രക്ഷോഭത്തിന്റെ മോഡിലാണ്. പാകിസ്ഥാനിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഒരു രീതിയിലുള്ള മോബോക്രസിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, ജനകീയ വികാരത്തെ ഒരു പ്രത്യേക രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് സൈന്യവും ചില കക്ഷികളും ചേർന്നുകൊണ്ട്. പാവ സർക്കാർ പാകിസ്ഥാൻ ഭരിക്കുന്നു. ഇതെല്ലാം തന്നെ വലിയൊരു വിപത്താണ്. അപ്പം പൊളിറ്റിക്കൽ ഫ്രട്ടേണിറ്റിയിൽ യാതൊരു ഐക്യവുമില്ല. അത് ഒരു വശം. രണ്ടാമത്തെ വശം മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് തമ്മിലുള്ള ഡിസ്കഷൻ, പാരിറ്റി അതൊട്ടും തന്നെ ഇല്ല. ഇന്ത്യ നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം നിരന്തരമായ ചർച്ചകളിലാണ്. സൈനിക നേതൃത്വവുമായും ഇന്റലിജൻസ് സംവിധാനങ്ങളുമായും നിരന്തരം ചർച്ചകളിലാണ്. സമയാസമയങ്ങളിൽ അത് രാജ്യത്തെ അറിയിക്കുന്നുണ്ട്. നോക്കൂ, വ്യോമിക സിംഗ്, വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അതുപോലെ ഈ കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥയായ സോഫിയ ഖുറേഷിയും ആദ്യ ദിവസം ഒരു കോംബാറ്റ് ഗിയറിലല്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതെന്ന് ഓർക്കണം. സൈനികനായ മോഹൻ പിള്ള ഉൾപ്പെടെ ശ്രദ്ധിച്ചു കാണുമെന്ന് നോക്കുന്നു. ഒരു ജനറൽ പർപ്പസ് യൂണിഫോമിലാണ് ഇവർ രണ്ടും വന്നത്. അന്ന് ഇന്ത്യ ഒരു എസ്കലേറ്ററി ഡൈനമിക്സ് അല്ല ഇന്ത്യ ആക്രമിച്ചത്, പാകിസ്ഥാനെ അല്ല, ഭീകര ക്യാമ്പുകളെ മാത്രമാണ്. അത് വിവരിക്കാനാണ് വന്നത്. പക്ഷേ രണ്ടാം ദിവസം, അതായത് ഇന്നലെ അതേ ആളുകൾ തന്നെ, ആദ്യം വിക്രം മിശ്രയും പിന്നീട് രണ്ട് വനിതകളും വന്നു. അവര് ബാറ്റിൽ ഗിയറിൽ തന്നെയാണ് വരുന്നത്, ക്യാമഫ്ലാഷ് ഡ്രസ്സിലാണ് വരുന്നത്. ഇന്ന് വന്നതും അങ്ങനെയാണ്. പതുക്കെ തന്നെ ഇന്ത്യ ഒരു വ്യത്യസ്തമായ ബോർഡിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന. മറുവശത്ത് പാകിസ്ഥാൻ ആകെ ചിതർന്നു നിൽക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്ന് സ്ഫോടനം നടന്നു, ഖ്വറ്റ പിടിച്ചു എന്ന രീതിയിലുള്ള വാർത്തയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി ഖ്വറ്റയുടെ മുഴുവനായിരിക്കില്ല, ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ഖ്വറ്റ നഗരത്തിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചിരിക്കുന്നു. ആർമി ബാരക്കുകൾ കൺട്രോൾ ചെയ്യുന്നു. ആർമിയുടെ ഡിവിഷനുകളെ അതിർത്തിയിലേക്ക്, പഞ്ചാബ്, രാജസ്ഥാൻ, കാശ്മീർ അതിർത്തിയിലേക്ക് മാറ്റേണ്ട ദുര്യോഗമുണ്ടായി. അതുകൊണ്ട് ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയുടെ ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയാണ് പാകിസ്ഥാന്റെ ഡീസ്റ്റെബിലൈസേഷൻ. പാകിസ്ഥാൻ വിവിസെക്റ്റഡ് ആകാൻ പോവുകയാണ് ഒരിക്കൽ കൂടി എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഇപ്പോൾ തന്നെ സൈന്യത്തിന്റെ പിടി കണ്ടമാനമായി. കടുത്ത ആക്രമണം.